ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തേതൊരു വ്ളോഗാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് റെസിപ്പി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നൈറ്റിൽ ചിക്കൻ പെപ്പർ വൈറ്റ് കുറുമ തയ്യാറാക്കിനെ. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കുറുമ ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ കാണാതെ പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവല്ലേ. അപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് ശേഷം പെട്ടെന്നൊരു വിരുന്ന് വന്നിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, പെട്ടെന്ന് ഗസ്റ്റ് വന്ന്. അപ്പോൾ ഞാനെന്താ ചെയ്തത് അറിയുക, എൻ്റെ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു. കുറച്ചല്ല, ഒരു ഏകദേശം ഒന്ന് ഉണ്ടായിരുന്നു. ഞാനെന്താ ചെയ്തത്, പെട്ടെന്ന് ബീഫ് ബിരിയാണി ഉണ്ടാക്കി. അപ്പോൾ അതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാൽ എന്താ പറയുക, പെട്ടെന്ന് ഉണ്ടാക്കുന്ന പണിയല്ലേ. പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വെപ്രാളം ചെറുങ്ങനെ ഉണ്ടാവില്ലേ, നമുക്ക് ആ സമയമാകുമ്പോഴത്തേക്ക് ആയി കിട്ടുമോ എന്നുള്ളൊരു പേടി എന്തായാലും എല്ലാവർക്കും ഉണ്ടാവില്ലേ. പക്ഷേ എന്താ പറയുക, ടേസ്റ്റിനൊന്നും കുറവൊന്നും ഉണ്ടായിട്ടില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ ബീഫ് ബിരിയാണി അല്ലേ. പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് ഹെൽപ്പിന് ആളുണ്ട്. ഞാൻ പെട്ടെന്ന് അപ്പുറത്തുനിന്ന് അനിയത്തിനെ വിളിച്ച്. അപ്പോൾ ഉള്ളി തറിക്കാനും അതിനൊക്കെ ഹെൽപ്പിന് ആളിനോട് പ്രശ്നമില്ല. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കി. എനിക്ക് എന്നാലും ചെറിയൊരു പേടി ഉണ്ടായിനി, അപ്പോഴത്തേക്ക് ആവുമെന്നല്ല പേടി, വെച്ചതിൽ എന്തെങ്കിലും കുളമായി പോകുമോ എന്നൊരു പേടി ഈ വെപ്രാളത്തിൽ. പക്ഷെ ഒന്നും ആയിട്ടില്ല, നല്ല അടിപൊളി. പക്ഷേ കൂടുതൽ ടൈം ദമ്മിടാനൊന്നും എനിക്ക് സമയം കിട്ടിയിട്ടില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ നിങ്ങളിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബിരിയാണി റെസിപ്പി ഞാൻ എന്താ പറയുക, ഷോർട്ടായിട്ട് കാണിക്കുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ ശേഷം നൈറ്റിലേക്കുള്ള കുറുമയുടെ റെസിപ്പി ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു റെസിപ്പി അടിപൊളിയാണ് കേട്ടോ, നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ അതിലേക്ക് പോകുക, അതിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു പാൻ ചൂടാക്കിയ ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 3-4 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതാ തക്കാളി, ഇതിന് ആവശ്യമായ ഉപ്പൊക്കെ ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. മിന്നി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ വെയിറ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് 3 പൊട്ടോറ്റോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് എന്താ പറയുക, അത്യാവശ്യം ചെറിയ പീസ് തന്നെ ആക്കി കൊടുക്കുക. ഞാൻ ഈ ഒരു കുറുമ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് സവാളൊക്കെ കുറച്ച് അധികം തന്നെ എടുത്തിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ കൊഞ്ഞ് വന്ന ശേഷം ഇതിലേക്ക് ഞാൻ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് എടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 2 ടീസ്പൂണോളം പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. പെപ്പർ പൗഡർ കുറച്ച് കൂടുതൽ തന്നെ എടുക്കണം ഈ ഒരു കുറുമക്ക്, അപ്പം മാത്രമേ എരിവുണ്ടാകൂ. ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും, ഇതിലേക്ക് അല്പം ചതച്ച മുളകുണ്ടല്ലോ, അതും കൂടി ഇങ്ങനെ വിതറി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇത് യോജിപ്പിച്ച് എടുക്കുക. മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ പാടില്ല, കാരണം എന്ന് വെച്ചാൽ അപ്പോൾ കളറ് മാറും, അപ്പോൾ കാണാനൊരു വൃത്തി ഉണ്ടാവില്ല, ഒരു ലുക്ക് ഉണ്ടാവില്ല. അപ്പം പൊടിയൊന്നും വേണ്ട, മല്ലിപ്പൊടി മാത്രമേ വേണ്ടൂ, ബാക്കി പെപ്പർ പൗഡറാണ്. ഒരു കാര്യം ഓർമ്മ വേണേ. എന്നിട്ട് വീണ്ടും ഇങ്ങനെ യോജിപ്പിക്കുക. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യോജിപ്പിക്കുമ്പോൾ ചിക്കനിൽ ഉപ്പും പൊടികളൊക്കെ നല്ലോണം പിടിക്കും. അപ്പോൾ ചിക്കൻ കഴിക്കാൻ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. എന്നിട്ട് ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ചിക്കൻ വേവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ചിക്കൻ വേവുന്ന ടൈം കൊണ്ട് ഇപ്പുറത്തുനിന്ന് ആവശ്യത്തിന് തേങ്ങ ചിരണ്ടിയത് എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 5-6 പച്ചമുളക്, ഒരു 10ഓളം അണ്ടിപ്പരിപ്പ്, ഒരു 3-4 വെളുത്തുള്ളി. എന്നിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് അരച്ചെടുത്ത ശേഷം നമ്മൾ വേവിക്കാൻ വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചിക്കനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം വെന്ത് വന്നാലാണ് ഈ ഒരു അരവ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിന് മുമ്പ് ചേർത്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് കുറുകി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഉപ്പൊക്കെ ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക.
ഉപ്പൊക്കെ മുമ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നിട്ട് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പിന്നെ അല്പം മല്ലിയില ഇട്ട് കൊടുക്കുക. പിന്നെ എന്ന് വെച്ചാൽ ഒരുപാട് കുറുക്കി എടുക്കണ്ട. അപ്പം നമുക്ക് കഴിക്കുന്ന ടൈമിൽ നീര് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എന്താ പറയുക, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.